ഹലോ, വെൽക്കം ടു ചീമാസ് കിച്ചൺ. ഇന്ന് ചീമാസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിലും വളരെ വേഗത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. നമുക്കിതിനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ പാനിലേക്ക് ചിക്കൻ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ ജസ്റ്റ് ഒന്ന് പാനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യണം. അങ്ങനെ ഇപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്നിനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിക്ക് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കാണുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ്. ചൈനീസ് ഫ്രൈഡ് റൈസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ സോയാ സോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നമുക്കിതിനെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് എന്താണെങ്കിലും ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം. ഇപ്പം ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗാർലിക്കാണ്, ചോപ്ഡ് ഗാർലിക്കാണ്. അത് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനെ ഒന്ന് കോരി മാറ്റി വെക്കാം. ചിക്കൻ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും. 5 മുതൽ 6 മിനിറ്റ് അത് അത്രമാത്രം വേവിച്ചാൽ മതിയാകും. കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത ചിക്കൻ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഈ ഒരു പാത്രം തന്നെയാണ് റൈസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു 30 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ്, 1 കപ്പ് ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ 2 കപ്പ് വെള്ളമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ബസ്മതി റൈസ് ഒന്ന് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഇതിനൊന്ന് 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലേക്ക് വെള്ളമൊന്നും ഇനി ബാക്കിയില്ല. കറക്റ്റായിട്ടുള്ള വേവ്, കറക്റ്റായിട്ടുള്ള വെള്ളം ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റൈസ് ഒന്ന് പാകത്തിന് വെന്ത് കിട്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു ക്യാരറ്റ് ഈ ഒരു പാകത്തിൽ നേർങ്ങനെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൈനീസ് ഫ്രൈഡ് റൈസിന് ഈ ഒരു പരുവത്തിലാണ് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചോപ്ഡ് ഗാർലിക്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളിയും കൂടി ചേർത്ത് ജസ്റ്റ് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കാണ്, അത് കട്ട് ചെയ്ത സമയത്ത് 1 കപ്പ് ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ കാബേജ്, 1 കപ്പ് കാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാബേജിന് അധികം വേവിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് കാബേജും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. 1 മിനിറ്റ് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതായിരുന്നു, അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചൈനീസ് ഫ്രൈഡ് റൈസിന് നന്നായിട്ട്
പച്ചക്കറികൾ വെന്തുടയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസും കൂടി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് റൈസാണ് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 95% വെന്ത ഈ റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസും കൂടി ചേർത്ത് ഒടിയൊന്നും ചെയ്യാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൈസ് ചേർക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ, ഫ്ലെയിം ഹൈ ആക്കി വെക്കേണ്ട ആവശ്യമില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഈ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് 1 മുതൽ 2 മിനിറ്റ് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ റൈസിൻ്റെ വേവിനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ഈ ഒരു പരുവത്തിൽ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക. താങ്ക് യു.